ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം. നീച്ച പാടത്തിന് അരിയുണ്ട് അടുപ്പത്തിടുകയാണ് കേട്ടോ. ചെറിയ ആൾ സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങും, വലിയ ആൾ കൊണ്ടുപോകും ചെയ്യും കേട്ടോ. +1 പഠിക്കുന്നത്. അപ്പോൾ മോഡൽ എക്സാം ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് 2 എക്സാമാണ്. ഏതായാലും ആൾക്ക് ചോറ് അപ്പം ഇന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ തന്നെ അരിയുണ്ട് അടുപ്പത്തിട്ടിട്ടുണ്ട്. ഞാൻ എണീറ്റ് വന്ന് പുറത്തേക്കൊണ്ട് ഇറങ്ങാൻ കാത്തുക കേട്ടോ. കുറിഞ്ഞി നമ്മളെ കൂടെ കൂടാനേ. അപ്പോൾ തിരുമ്പാനുണ്ടായിരുന്നു, കുറച്ച് കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് അലക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം അതാണ്ട് കഴുകിയിട്ടതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ തന്നെ നമ്മളെ മുറ്റത്തേക്ക് അത്യാവശ്യം ചമ്മലകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാണ്ട് അടിച്ചും കൂടി വാരി കൊടുക്കട്ടെ. അപ്പോൾ പിന്നെ കുറച്ച് ബക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരിക്കുന്നു. അതായത് നമ്മൾ അടുപ്പിൽ നിന്ന് വരുന്ന വെണ്ണീർ ഒന്നിലിട്ടേക്കും, ഒന്നിൽ പിന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്ന ബക്കറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിറഞ്ഞപ്പോൾ ഞാൻ അത് അപ്പുറത്തേക്കാണ്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അവിടെയൊക്കെ നന്നായിട്ടൊന്നാണ്ട് അടിച്ചു വാരി കൊടുക്കുകയാണ്. മുറ്റത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ചണ്ടിയും ചമ്മലൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് നമുക്ക് റബ്ബറും പ്ലാവൊക്കെ അടുത്തുണ്ടായതിനെ കൊണ്ട് തന്നെ എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഈ അടിക്കാട്ടൊക്കെ. പിന്നെ എന്താ കഴുകാനുള്ള തുണികളൊക്കെ ഒന്നാണ്ട് കഴുകിയിടുകയാണ് കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഒരു തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞാൽ അത് മനസ്സിന് തന്നെ ഒരു സുഖമാണ് കേട്ടോ. കുളി കഴിഞ്ഞിട്ട് അടുക്കളയ്ക്കൊക്കെ കയറി പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. പിന്നെ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുമോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കണോ. അപ്പോൾ അത് നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂളിയും കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും പിന്നെ മുട്ട റോസ്റ്റും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വെള്ളയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ തെർമൽ കുക്കർക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഞാനത് പോയതായിരുന്നു കേട്ടോ കുളിക്കാനും തിരുമ്പാനൊക്കെ. അത് കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും തന്നെ നമ്മളെ ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ റേഷൻ കടയിൽ അരിയായിരുന്നു കേട്ടോ. ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കുക്കർ സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. പാത്രങ്ങളൊക്കെ പരക്കണത് അപ്പം തന്നെ ഉണ്ട് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണിക്ക് ആക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി പൊടിക്കുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്ര മതി കേട്ടോ, വളരെ കുറഞ്ഞ അളവിൽ മതിയേ. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള പൊടി മാത്രം തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ പിന്നെ കൈ പൊള്ളുന്നതായിട്ട് തോന്നി. അപ്പം കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ചൂടുവെള്ളം ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് നമ്മളെ കോളിഫ്ലവർ ഇട്ടിട്ടൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോളിഫ്ലവറൊക്കെ ഒന്നാണ്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ടെടുത്തതിന് ശേഷം ഒന്നട് വെന്തോട്ടെ കേട്ടോ. ഒരു പിന്നെ ഹാഫ് വേവേലും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ്. മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി ആക്കി അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മളെ പൊടി ചൂടാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫാനിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം കൊണ്ടേക്കാണ്. ആ സമയം കൊണ്ട് ഞാൻ മുട്ട റോസ്റ്റിനുള്ള പണികൾ നോക്കുകയാണ് കേട്ടോ. അതായത് രാവിലെ നമ്മൾ ഒന്ന് തീർന്നിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമല്ല കേട്ടോ. രാവിലെ ഭയങ്കര തിരക്കുള്ളൊരു സമയമാണ് കേട്ടോ. മക്കളൊക്കെ പറഞ്ഞയക്കേണ്ടതായിട്ടുള്ള തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സവാള തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും കൂടി ഇട്ടിട്ട് ചതച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്നാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഒഴികെയുള്ള എല്ലാ പീസുകളും നമ്മൾ എണ്ണയ്ക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നാണ്ട് വഴന്ന് വരട്ടെ കേട്ടോ. ഈ വക പരിപാടികളൊക്കെ എല്ലാവർക്കും അറിയാൻ തന്നെ ആവും കേട്ടോ. പക്ഷേ ഞാൻ ചെയ്യണത് എൻ്റെതായിട്ടുള്ള രീതികൾ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാമെന്ന് മാത്രമാണ്. അപ്പോൾ നമ്മളെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഐറ്റംസൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ട് തന്നെ വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമ്മളെ കോളിഫ്ലവർ ഇവിടെ ഹാഫ് വേവ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്നാണ്ട് ഊറ്റിക്കളയണം. അപ്പോൾ അതിന് വേണ്ടി ഇതാണ് മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മളെ മുട്ട റോസ്റ്റ് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിമുട്ട പുഴുങ്ങാൻ വെക്കുകയാണ് കേട്ടോ. കോഴിമുട്ടയുണ്ട്, ഒരു നേന്ത്രപ്പഴം 3ആയി പീസാക്കിയതും കൂടി പിന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാതും കിടന്നിട്ട് നല്ല വേവട്ട് ഒരു വീസെല്ലാകുമ്പോഴേക്കും നമ്മളെ കോഴിമുട്ടയും പഴമൊക്കെ നല്ല രീതിയിൽ തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇതാക്കൊണ്ട് നമ്മളെ കോളിഫ്ലവർ ഊറ്റി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കണം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള സംഭവങ്ങൾ റെഡിയാക്കണം. അപ്പോൾ എളുപ്പം തന്നെ ചെയ്യണ പണിയാണ് കേട്ടോ കോളിഫ്ലവർ പൊരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഉണ്ട്. മുളക് പൊടി പറഞ്ഞാൽ ഞാൻ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മളെ മക്കൾക്ക് വലിയ എരിവ് ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ കുറഞ്ഞ മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുക. പിന്നെ കളറൊക്കെ ചേർക്കണടത്തേക്ക് ചേർക്കാം കേട്ടോ. ഇനി ഞാൻ കളറൊന്നും ചേർക്കണില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത് ഒഴിക്കേണ്ട വെള്ളം ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ ഓരോ പണി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി കോൺഫ്ലവറൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് നല്ല രീതിയിൽ തന്നെ
നമ്മൾ കോളിഫ്ലവറൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ മുട്ട റോസ്റ്റിനുള്ള ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് നല്ലോണം വേവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഞാനെന്താ വേറൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഉടൻ തന്നെ നമ്മളെ കോളിഫ്ലവർ പൊരിക്കാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് രണ്ടും ഇവിടെ സ്റ്റൗവിൽ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ പണ്ട് ഉണ്ടാക്കി ചേരുന്ന ഗോതമ്പപ്പൊടി ഉണ്ടല്ലോ, അവിടെ വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് നോക്കുമ്പോൾ ചൂടൊക്കെ നല്ലോണം ആറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ അതൊന്നുകൊണ്ട് കുഴച്ച് നല്ലൊരു പരുവത്തിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് ചപ്പാത്തി പണിയൊക്കെ ചെയ്യൽ. ചപ്പാത്തി പരകിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതാണ് സുഖം. അതുപോലെ ചപ്പാത്തി പരത്താൻ മറ്റേ PVC പൈപ്പിൻ്റെ കഷ്ണം ഉണ്ടല്ലോ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് പരത്തൽ. അപ്പോൾ ഇതാ ചപ്പാത്തി മാവൊക്കെ ഉരുളകളൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ ചപ്പാത്തിക്ക് ഒരു 4 പരത്തലാണ്ട് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചപ്പാത്തിയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ. എനിക്ക് ചപ്പാത്തിക്ക് കൂടുതൽ ഇഷ്ടം കഴിക്കാൻ ചപ്പാത്തി മീൻകറിയും മത്തിക്കറിയും കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ചിക്കനേലേറെ മറ്റുള്ള കറീനേലേറെ ഒക്കെ ഇഷ്ടം മത്തിക്കറിയും മത്തിപ്പുളിയിട്ടേക്കൂലേ, അതും ചപ്പാത്തിയും കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അത് തലേ ദിവസം കുടംപുളിയൊക്കെ ഇട്ട മത്തിക്കറിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പോൾ അതൊന്നുമില്ല. നമ്മളിന്ന് മുട്ട റോസ്റ്റ് കൊണ്ട് സൂപ്പറാക്കാനായിട്ടാണ് കരുതുന്നത്. അപ്പോൾ അത് നമ്മളെ ചപ്പാത്തി പരത്തലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതും തന്നെ നമുക്കൊരു പണിക്കൊരാക്കാവും. പിന്നെ ഒന്ന് വൃത്തിയാക്കി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മളെ കോഴിമുട്ടയും പഴമൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കോഴിമുട്ടയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ കുക്കറിലിട്ട് വേവിക്കാൻ. അങ്ങനെ നമ്മളെ മുട്ട റോസ്റ്റൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തി ചുടാൻ നോക്കുകയാണ് കേട്ടോ. ഇനി കോളിഫ്ലവർ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഈ പണീൻ്റെ ഇടയിലൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചപ്പാത്തി ചുടുന്ന സമയം കൊണ്ട് നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി എപ്പോഴും പൊങ്ങി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ എനിക്ക്. ആ സമയത്താണ് കേട്ടോ തറവാട്ടിൽ നിന്നൊരു വിളി വന്നത്, ആരോ ഉമ്മർത്തുണ്ട്, ഒന്ന് പോയി നോക്കാന്ന്. അപ്പോൾ അതാ നോക്കി നോക്ക്, ഒരു മയിലായിരുന്നു കേട്ടോ. 3 മയിലുണ്ടായിരുന്നു അത്ര കൊലയതുണ്ടത്. ഞാൻ തുറന്നപ്പോഴേക്കിന് 2 അവിടുന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ എന്താ അറിയില്ല, കുറച്ച് ദിവസമായിരുന്നു ഇവരെ കണ്ടിട്ട്. എത്ര എണ്ണാണ്, ആരാണ് ഇപ്പോൾ ഈ നടക്കണത്? എത്ര എണ്ണ അമ്മോ ചിന്നെണ്ണിക്ക? 8 മയിലുകളാണെന്ന് രാവിലെ തന്നെ നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ളത്. ആൺമയിലില്ലല്ലേ, ഒക്കെ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളൊക്കെ പടന്ന് എങ്ങോട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്? കല്യാണം ഉണ്ടോ നിങ്ങൾക്ക്? അപ്പം മയിലുകളോടൊക്കെ 1-2 വർത്തമാനം പറഞ്ഞപ്പോൾ ഇനി നമ്മളെ ചായക്കുള്ള വെള്ളമൊക്കെ ഇവിടെ തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കൊന്ന് പാലില്ല കേട്ടോ, പാൽപ്പൊടി കൊണ്ടുള്ള ചായ പരിപാടിയാണ്. നമ്മളെ ചപ്പാത്തിയൊക്കെ ഇവിടെ ചുടലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിയും പിന്നെ മക്കൾക്കുള്ള സംഭവങ്ങളൊക്കെ ആക്കി കൊടുത്തു, ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ കഴിച്ച് കഴിഞ്ഞാലുള്ളൊരു സിങ്ക് നിറയെ പാത്രങ്ങളുണ്ട് കേട്ടോ അവിടെ കഴുകാനാക്കി വെച്ചിട്ട്. അപ്പോൾ പിന്നെ എല്ലാ പാത്രങ്ങളും അതിലാണ് കൂട്ടി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ തുടച്ച് കൊടുക്കുകയാണ്. സ്റ്റൗവൊക്കെ നീറ്റാക്കി കൊടുക്കുകയാണ്. കഴുകാനുള്ള പാത്രങ്ങൾ ഫുള്ളായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മളെ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഇനി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇതൊക്കെ മതി. എന്താ വെച്ചാൽ നമ്മൾ കോളിഫ്ലവർ ഉണ്ട്, പിന്നെ നമ്മൾ ഉള്ളി റോസ്റ്റ്, കോഴിമുട്ട കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഉള്ളി റോസ്റ്റ് ഉണ്ട്, പിന്നെ തലേന്നത്തെ കുറച്ച് അവിയലിരിക്കുന്നുണ്ട്. അത്രയൊക്കെ മതി കേട്ടോ. ഇനി ഞാൻ ഒറ്റയ്ക്കല്ലുള്ളൂ, മക്കൾ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ ചിന്നപ്പന് പല്ല് വേദന എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തിരുന്നു കേട്ടോ, ഗ്രാമ്പു ഒന്ന് ചതച്ചിട്ട് പല്ലിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവളത് കുത്തി പൊട്ടിക്കാനുള്ള നടക്കലാണ് നടക്കുന്നത്. ഒന്ന് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇടിമുട്ടി ഉണ്ടല്ലോ അതുകൊണ്ട് നടക്കണത് കേട്ടോ. അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കുകയാണ്. എന്താപ്പം ഉണ്ടാക്കിയത്, പക്ഷേ സിങ്ക് നിറയെ പാത്രങ്ങളായി. എല്ലായിടത്തെയും അവസ്ഥ അതൊക്കെ തന്നെ ആവും അല്ലേ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് കേട്ടോ. ഇപ്പോൾ വെള്ളം ഏതായാലും നമ്മളെ കുഴൽ കിണറിനാണ് കേട്ടോ അടിക്കുന്നത്. കിണറ്റത്തെ വെള്ളം കുടിക്കാൻ മാത്രമാണ് എടുക്കണുള്ളൂ. കുഴൽ കിണറ്റത്തെ വെള്ളത്തിൽ നിന്ന് കഴുകിയിട്ടാണ് തോന്നുന്നുണ്ട്. പാത്രത്തിനൊക്കെ ഓരോ പുള്ളിയൊക്കെ വരുന്നുണ്ട്, സിങ്കിനൊക്കെ ഒരു തിളക്കക്കുറവാണ് കേട്ടോ. സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മളെ കിണറ്റിൽ നിന്ന് എടുക്കണ വെള്ളത്തിൻ്റെ അത്രയ്ക്കൊരു ക്ലിയർ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ കുഴലത്തെ വെള്ളം. പക്ഷേ വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ, ആ വെള്ളം തന്നെ നമുക്ക് വലുതാണ് കേട്ടോ. അപ്പോൾ
അങ്ങനെ നമ്മൾ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ റൂമിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ പിന്നെ മിററും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇന്നൊന്ന് തുടയ്ക്കേണ്ടത്. ഇതൊന്നും എന്നും ചെയ്യാറില്ല കേട്ടോ. വളരെ വൃത്തികേടായി എന്ന് തോന്നിക്കഴിഞ്ഞാലാണ് ഗ്ലാസ് ക്ലീനർ ഉപയോഗിക്കുന്നത്. എല്ലാം വെച്ചെങ്കിൽ വെറുതെ ഒന്ന് കോട്ടൺ തുണിയിൽ വെള്ളം നനച്ചിട്ട് അങ്ങനെ തുടച്ച് പോവാറാണ് ചെയ്യൽ. ഇന്നിപ്പോൾ എന്തായാലും ഒന്ന് ഡീപ്പായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അത് ചിന്നുട്ടീൻ്റെ മേക്കപ്പ് റൂമാണ് കേട്ടോ. ചിന്നുട്ടി ഇവിടെ നിന്നിട്ടാണ് ഫുള്ള് എന്താ പറയുക മുഖത്ത് പുട്ടിയിടലും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ മുന്നിൽ നിന്നാൽ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ എന്തൊക്കെയോ അറിയില്ല, ചുവപ്പ് കളറുള്ള എന്താ ലിപ്സ്റ്റിക്കോ എന്തൊക്കെയോ സംഭവങ്ങൾ ഇമ്മ വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു. ടിഷ്യൂ പേപ്പറിനോട് തുടക്കുന്ന സമയത്താണ്, പേപ്പറുമാകുമ്പോഴാണ് കേട്ടോ വല്ലാതെ അഴുക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓർഡർ തെറ്റി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല പിന്നെ നമ്മളെ റൂമൊക്കെ ഒന്നാണ്ട് അടിച്ചും കൂടി വാരും കൂടി ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ ഒന്ന് നീറ്റും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അകമൊക്കെ അടിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ കച്ചറകൾ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ മക്കൾ ചെറുതാണല്ലോ, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കത്രിയും പേപ്പറുകളും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ അത് കണ്ടോ ചിന്നപ്പം വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ അന്നേരം രാത്രിത്തെ പരിപാടിയാണ്. കുറേ A4 എടുക്കുക, പിന്നെ കുറേ ചിത്രം വരയ്ക്കുക, കുറേ വെട്ടി നുറുക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി ഇവരെ. അപ്പോൾ ഇനി അത് സംഭവങ്ങളൊക്കെ ഒന്ന് സോഫയിലൊക്കെ ഇരുന്നിട്ട് ആകെ പൊടിയും പെൻസിലോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്നാണ്ട് തട്ടിക്കൊട്ടി വൃത്തിയാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇവർ സ്കൂളിൽ പോയതിന് ശേഷം കേട്ടോ ഈ വക പരിപാടിക്കൊക്കെ നടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വക ചെയ്ത് തീരുമ്പോഴേക്കും ഇപ്പോൾ അടിച്ചൊരി പോവുകയാണ്, തുടയ്ക്കാൻ തുടപ്പ് പോലെ എടുക്കുമ്പോഴേക്കിന് വീണ്ടും അടിച്ചു വരാനുള്ള പണി ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവർ എല്ലാവരും സ്കൂളിൽ പോക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് പിന്നെ അടിയും തുടക്കിയൊക്കെ ഒന്ന് ഞാൻ നിൽക്കുന്നത്. പിന്നെ എപ്പോഴും അടിച്ചു വരാൻ തന്നെയാണ് കേട്ടോ കൂടുതൽ സമയം നമുക്ക് വേണ്ടത്. തുടയ്ക്കാൻ കോലെടുത്ത് തുടച്ച് പോയാൽ മതി. അടിക്കുന്ന സമയത്തായിരിക്കുമല്ലോ അരുവിലും മുക്കിലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാവും. പിന്നെ ഈ അടുക്കി പെറുക്കി വെക്കലും എല്ലതും കൂടി ആകുമ്പോഴേക്കിനാണ് സമയം പിടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ ഒരു മുറം അടിക്കാട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇനി വാരി കൊണ്ടുപോയി കത്തിക്കണം. 2 ദിവസം ആകുമ്പോൾ ഇത് വക വേസ്റ്റുകളൊക്കെ ഞാൻ കത്തിക്കലാണ് കേട്ടോ. പ്ലാസ്റ്റിക്കൊക്കെ മാറ്റിയിരിക്കും. നമ്മളെ കർമ്മസേനേൻ്റെ ആൾക്കാർ വരുമെന്ന് കരുതിയുടെ പാത്ത് വെച്ചിട്ടുണ്ട്. പാത്ത് വെച്ചിട്ട് 2 മാസം 3 മാസമൊക്കെ ആവാനായിട്ട് ഇതുവരെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇനി നമ്മളെ തുടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കോണിക്കൂടൊക്കെ ഒന്ന് തുടച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ആ തുടയ്ക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വാഷ് ബേസൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ നിലം മൊത്തമായിട്ടൊന്ന് തുടയ്ക്കുകയും കൂടിയും ചെയ്യുകയാണ്. പിന്നെ ഞാൻ നേരത്തെ അടിച്ചു വാരിയതൊക്കെ കണ്ടില്ലേ, അതൊക്കെ പടട്ടൊന്നാട് കത്തിക്കുകയാണ് കേട്ടോ. അതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ തുടക്കലൊക്കെ കഴിഞ്ഞൊരു പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു 2 ചന്ദനത്തിരിയും കൂടി ഒന്നിട്ട് കുത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലാകെ നല്ലൊരു സുഗന്ധം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചന്ദനത്തിരി അവിടെ കുത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് അരിനെല്ലിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കടയിൽ പോയപ്പോൾ അവിടെ മക്കൾക്ക് ഉപ്പിലിട്ടതിനോട് ഭയങ്കര പ്രിയമാണ് കേട്ടോ. ഒരു പ്രായമായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉപ്പിലിട്ടതിനോടൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രായമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത്തിരി അരിനെല്ലിക്ക വാങ്ങിയിട്ട് ഉപ്പിലിട്ട്, അത് കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അരിനെല്ലിക്കയാണ്, വലിയ നെല്ലിക്കയല്ല കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റും ആണല്ലോ. അപ്പോൾ നമ്മളെ ചിന്നുട്ടി സ്കൂളിൽ നിന്നാണ് കേട്ടോ ചോറ് വാങ്ങുക. അപ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പാത്രത്തിലാക്കി കൊണ്ടുപോകണം. ഒന്നെങ്കിൽ ഉപ്പേരിയോ അല്ലെങ്കിൽ ഉപ്പിലിട്ടതോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇത് ഒന്നും നമ്മൾ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ കിട്ടില്ല, കാണുമ്പോൾ അത് വാങ്ങലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടും ഇലകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്നാണ്ട് ഒഴിവാക്കിയിട്ട് നല്ലോണം നന്നായിട്ട് തന്നെ വൃത്തിയാക്കിയിട്ട് തന്നെ കഴുകണം. ഏത് കൂടെയൊക്കെ വരുന്നുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉപ്പിലിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് എടുക്കണം. പിന്നെ അത് വെള്ളത്തിൻ്റെ അംശം കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു തോർത്തിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എത്ര കാര്യത്തിൽ ചെയ്യുന്നു വേണ്ടത്, ഇപ്പോൾ ഒരു 4-5 ദിവസത്തിന് ഉണ്ടാവുള്ളൂ എന്നൊക്കെ അറിയാം. എന്നാലും ഇനിയിപ്പോൾ കേട് വരണ്ട, ഉണ്ടാക്കുന്നത് നല്ല ചെലുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തോർത്തുണ്ടൽ അവിടെ ഒപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാത്രത്തേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി അല്ല കേട്ടോ, എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല തിളപ്പിച്ചാറിയ വെള്ളവും 2 പച്ചമുളകും കൂടി ഒന്ന് കഷ്ണങ്ങളാക്കിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ അരിനെല്ലിക്ക് അതാക്കണം നമ്മളൊരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പൊട്ടണ കുപ്പി തന്നെ ആവുകയാണ് കേട്ടോ നല്ലത്. ഉപ്പിലിട്ടിരിക്കുന്ന സംഭവങ്ങൾ സുർക്കയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നല്ല പൊട്ടണ കുപ്പി തന്നെ ഇട്ടേക്കായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ആ ഉപ്പിൻ്റെയും സുർക്കയും വെള്ളമൊക്കെ പാടെ മിക്സ് ചെയ്ത് അതും കൂടി ആയിക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉപ്പൊക്കെ എല്ലായിടത്തേക്കും നല്ല മിക്സ് ആയിക്കോളൂ കേട്ടോ. നമ്മൾ അതിൻ്റെ മുകളിൽ ഉപ്പിടുക, വെള്ളം വേറെ ഒഴിക്കുക. അപ്പോൾ അതാകുമ്പോൾ അത്ര ഒരു വൃത്തി കിട്ടൂല. അപ്പോൾ ഈ നല്ലോണം അടച്ചിട്ട് കുട്ടികളെ കാണാതെ പാത്തേക്ക് ഇട്ടോ 2 ദിവസമെങ്കിലും ഒന്നോട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.